വെൽക്കം ബാക്ക് ടു ബിഹൈൻഡ് ദ സ്റ്റോറീസ്. നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന സ്റ്റോറീസ് റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന സ്റ്റോറിയും ഒരു റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ആ വ്യക്തിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ആ വ്യക്തിനെ ഒറ്റത്തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുമാത്രമല്ല ആ വ്യക്തിക്ക് എന്നെയും അറിയത്തില്ല. യാദൃശ്ചികമായിട്ടാണ് കണ്ടത്. യാദൃശ്ചികമായിട്ട് കണ്ടതാണെങ്കിൽ പോലും ആ വ്യക്തിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ തമിഴിൽ കണ്ട പോലെ ആ വ്യക്തി ഒരു ഡെലിവറി പാർട്ണറാണ്. സൊമാറ്റോയുടെ ഡെലിവറി പാർട്ണറായിരുന്നു. ഒരു ഡെലിവറി ജോബ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അതായത് നമ്മൾ ഒരുപാട് ജോലികൾ ഞാനാണല്ലോ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് ഡെലിവറി ജോബ്. ഒരു ഡെലിവറി ജോബിന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഏറ്റവും അത്യാവശ്യമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സംസാരിക്കാനുള്ള കഴിവ്, പിന്നെന്തെന്ന് വെച്ചാൽ കേൾക്കാനുള്ള കഴിവ്. അപ്പം നമ്മളൊരു ഡെലിവറി കൊടുക്കാൻ പോകുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായില്ലെങ്കിൽ അത് നമ്മൾ വിളിച്ചു ചോദിക്കണം. ആ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കണം. അപ്പോൾ അവർ നമുക്കത് പറഞ്ഞു തരും. ഇനി അതല്ല, നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ആ കസ്റ്റമർ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ ആ കസ്റ്റമർ ആ ലൊക്കേഷൻ ഇല്ലെങ്കിലോ മേ ബി എന്തും ആയിക്കോട്ടെ, ആ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത് ആ കസ്റ്റമറിനെ വിളിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ആ കസ്റ്റമർ നമ്മളെ വിളിക്കുമ്പം ആ കസ്റ്റമറോട് നമുക്ക് മറുപടി പറയാൻ പറ്റണം. ഈ രണ്ട് കാര്യങ്ങളും ഡെലിവറി ജോബ് എന്ന കാര്യത്തിൽ ഭയങ്കര മസ്റ്റാണ്. അല്ലെങ്കിൽ അതില്ലാണ്ട് നമുക്ക് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സംസാരിക്കാനോ കേൾക്കാനുള്ള കഴിവില്ലാണ്ട് നമുക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നതാണ് ഞാൻ ഒരു 4-4.5 വർഷമായിട്ട് എനിക്ക് ഡെലിവറി ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. പക്ഷേ ഞാൻ ഈ വ്യക്തിയെ കണ്ട ആ നിമിഷം എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് മൊത്തം തകിടം മറിഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ തകിടം മറിഞ്ഞൊരു നിമിഷമായിരുന്നത്. കാരണം ഈ വ്യക്തിക്ക് സംസാരിക്കാനോ കേൾക്കാനോ ഉള്ള കഴിവുണ്ടായില്ല. അപ്പം ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചെന്ന് വെച്ചാൽ ആംഗ്യങ്ങളോടാണ് പറയണത്. ഈ ആംഗ്യങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്തുകൊണ്ട് ഇയാൾ സംസാരിക്കുന്നില്ലെന്ന്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. അതിന് ശേഷം ഞാൻ ഇങ്ങനെ മിഴിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ ആളിനോട് എനിക്ക് സംസാരിക്കാനും കേൾക്കാനും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കായി ആൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ആൾ എത്രത്തോളം ഒരു ദിവസം ഓരോ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടിയായിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം സഹിച്ചിട്ടായിരിക്കും, എത്ര പേരോട് ഇങ്ങനെ പോയി പറഞ്ഞിട്ടായിരിക്കും. ഞാൻ ആ സ്പോട്ടിൽ ഞാൻ ഉള്ളായിരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ആ വ്യക്തി എത്ര പേരോട് ഒരു ദിവസം ചോദിക്കുന്നുണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ആ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ പോലും എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഒരു ഡെലിവറി പാർട്ട്ണർ എന്ന നിലയിൽ അയാൾക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള കഴിവും കേൾക്കാനുള്ള കഴിവും. പക്ഷേ ഈ രണ്ട് കഴിവും ഇല്ലാണ്ടാണ് ഈ ഒരു വ്യക്തിനെ ഞാൻ ഒരുപാട് അത്ഭുതം തോന്നി ഈ വ്യക്തിയുടെ ജീവിതം കണ്ടപ്പോൾ. കാരണം എങ്ങനെയാണ് ഇയാൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതെന്ന് പോലും അതിശയിച്ചു പോയി. ഏതെങ്കിലും ഒരു സമയത്ത് ആ വ്യക്തിയെ ഒന്ന് കാണുവാണെങ്കിൽ അറിയാവുന്ന ആംഗ്യഭാഷയിലൂടെ ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. പിന്നെ ഞാനിതുവരെയും കണ്ടിട്ടില്ല ആളെ. ഈ വീഡിയോ അയാളിൽ എത്തുവാണെങ്കിൽ സഹോദര, നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അത് കാണുന്ന എന്നെപ്പോലുള്ളവർക്ക് അത് ഭയങ്കര പ്രചോദനമാണ്. കാരണം ജീവിതത്തിൽ എന്തൊക്കെയോ നേടാമെന്നുള്ളൊരു തോന്നൽ നിങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷനായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അതുമാത്രമല്ല, നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. സംസാരിക്കാനോ കേൾക്കാനോ കഴിവില്ലാതെ ഞാൻ എന്ത് ജോലി എടുക്കും അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുമെന്ന് കൺഫ്യൂഷനായി ആ രീതിയിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് നിങ്ങളൊരു പ്രചോദനമാണ്. എന്തെങ്കിലും ദിവസം കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ തടസ്സമായിട്ട് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അതൊരു തടസ്സമല്ല എന്ന് ഈ വ്യക്തിയിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയൊരു സ്റ്റോറി അല്ലെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് മെസ്സേജ് അയയ്ക്കുക. വോയിസ് ആയിട്ടോ റൈറ്റപ്പ് ആയിട്ടോ മെസ്സേജ് അയയ്ക്കുക. പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് ഇഷ്ടപ്പെട്ടു എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ, അല്ലെങ്കിൽ തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. തുടർന്ന് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ താങ്ക് യു.